എ പത്മകുമാറിനെതിരെ നടപടി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി 15-ന് ചേരുന്നു. നടപടിയെടുക്കാനാണ് സാധ്യത. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്. നടപടി പരാമർശിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്ന പശ്ചാത്തലത്തിലാണ് പത്മകുമാറിനെതിരെ CPM നടപടിക്ക് സാധ്യത എന്നുള്ളത്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ജയിലിൽ കിടക്കുമ്പോഴൊക്കെ എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം വളരെ സജീവമായി ഉയർന്നതാണ്. മറുപടി ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പല കാരണങ്ങളിലൊന്ന് അതുകൂടിയാണെന്ന് വിലയിരുത്തുന്നത് CPM തന്നെയാണല്ലോ. വൈകിയാണെങ്കിൽ കൂടിയും നടപടിയിലേക്ക് പോവാണോ CPM? കാശ്മീർ കുറച്ച് വൈകിയെങ്കിലും പത്മകുമാറിനെതിരെ നടപടിയിലേക്ക് CPM സംസ്ഥാന നേതൃത്വം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പത്മകുമാറിനെതിരെ ഇനി നടപടിയെടുക്കാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നത്. അത് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യം കൂടിയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെ സംസ്ഥാന CPM നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 15-ാം തീയതി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കപ്പെടുക. കഴിഞ്ഞ ദിവസം, അതായത് നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയം മുതൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയങ്ങളിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം വലിയ തരത്തിൽ ഉയർന്നു വന്നിരുന്നതാണ്. അപ്പോഴൊക്കെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാതെ പത്മകുമാറിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു സമീപനമാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ഒരു മയപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നപ്പോൾ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു. നിരന്തരം അത് പല കോണുകളിൽ നിന്ന് ആവർത്തിക്കപ്പെടുന്നു, ഉന്നയിക്കപ്പെടുന്നു. അതോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെതിരെ ഇനി നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് തീരുമാനമെടുക്കുന്നു. ആ നടപടി എന്താണെന്നുള്ളത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റി അറിയിക്കും. ജില്ലാ കമ്മിറ്റി 15-നാണ് യോഗം ചേരുന്നത്. അങ്ങനെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നതോടുകൂടി പത്മകുമാറിനെതിരെ കടുത്ത നടപടി CPM സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ എന്തായാലും പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പരിപാടികളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ CPM-ന്റെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്മകുമാറിനെതിരെ നിലവിൽ കടുത്ത നടപടിയിലേക്ക് പോയിട്ടില്ല. ഇത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എല്ലാ ചുമതലകളിൽ നിന്നും പത്മകുമാറിനെ നിലവിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതല്ലാതെ മറ്റു നടപടി എന്താണെന്നുള്ളത് സംസ്ഥാന നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും അങ്ങനെ പാർട്ടി ചുമതലകളിൽ നിന്നും പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പത്മകുമാർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പാർട്ടി അംഗത്വം പുതുക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചുമതലകളിൽ നിന്നും പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പത്മകുമാർ കഴിഞ്ഞ തിങ്കളാഴ്ച പാർട്ടി അംഗത്വം പുതുക്കുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് ഒരാഴ്ചക്കിടയിൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അക്കാര്യം തന്നെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിപ്പ് പറയുന്നു. അതിന് പിന്നാലെ നടപടി സ്വീകരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അതിന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ നടപടി സ്വീകരിക്കാത്ത 105 ദിവസമാണ് പത്മകുമാർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. ഈ പറയുന്ന പോറ്റിക്കടക്കം ഗുരുതരമായ ഒത്താശ ചെയ്തു കൊടുത്തുവന്ന മാരകമായ ആരോപണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പലയാവർത്തി ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയും സ്വാഭാവിക കുറ്റപത്രം ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോവുകയും ചെയ്തു. ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്ന് CPM ചോദിക്കുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മാത്രമേ ഇയാളുടെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്ക് കൃത്യമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൃത്യമായാൽ നടപടി ഉണ്ടാകും, പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ആ ചർച്ചകളിലൊക്കെ. ആ ദിവസവും വാർത്താ സമ്മേളനങ്ങളും ചർച്ചകളിലൊക്കെ CPM പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയം പുറത്താക്കുകയാണെങ്കിൽ അത് നിൽക്കില്ലല്ലോ, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ. ഷിജോ, ഹാഷ്മി, ഇതൊരു രക്ഷപ്പെടൽ മാത്രമായിരുന്നു. അതായത് ആദ്യഘട്ടത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തള്ളാനും കൊള്ളാനും ഉള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ഒരു മയപ്പെട്ട് നിൽക്കുക, എല്ലാ കാര്യങ്ങളും നിയമത്തിന് വഴിക്ക് പോകട്ടെ, തെറ്റുകാർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്മകുമാറിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാത്ത ഒരു മൃദു സമീപനം CPM സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLA-യുമായിരുന്ന പത്മകുമാറിനെതിരെ CPM-ന്റെ ജില്ലയിലെ തന്നെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവിനെതിരെ കുറ്റാരോപിതനാകുന്നു, അദ്ദേഹം ജയിലിലാകുന്നു. അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പോലും പത്മകുമാറിനെ പൂർണ്ണമായിട്ട് പാർട്ടി തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സമയത്ത് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനകത്ത് CPM-ന് ജില്ലയിലേറ്റ് തിരിച്ചടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 5 നിയമസഭാ മണ്ഡലങ്ങളും ഈ ജില്ലയിൽ പിടിച്ച CPM ഇത്തവണ കോന്നിയിൽ മാത്രം ഒതുങ്ങിപ്പോയതിന് പിന്നിലും ഈ പറയുന്ന പത്മകുമാർ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ പത്മകുമാറിനെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ഈ ജില്ലയിലെ തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നൊരു വാദം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന മാരകമായ മറ്റേതെങ്കിലും ഒരു ആചാര പ്രശ്നമല്ല, ഇത് കൊള്ളയാണ്. ആ കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട അത്ര ദിവസം ജയിലിൽ കിടന്ന ഒരാളെ അയാളുടെ നിരപരാധിത്വം തെളിയിക്കും വരെ പുറത്തു നിർത്തൂ. നിരപരാധിത്വം തെളിഞ്ഞാൽ വീണ്ടും എന്താണ് പഴയ പദവിയിലേക്ക് എടുക്കാൻ ആർക്കാണ് തടസ്സം എന്നുള്ള ചോദ്യങ്ങൾ വാദങ്ങളൊക്കെ ആ ദിവസങ്ങൾ ഉയർന്നതാണ്. പക്ഷേ അപ്പോഴും കുറ്റപത്രം സമർപ്പിക്കേണ്ട ഒറ്റ നടപടിയിൽ ഉറച്ചിരുന്നു. തദ്ദേശത്തിൽ വലിയ കനത്ത പരാജയം ഉണ്ടായി, തിരിച്ചടി ഉണ്ടായി, എന്നിട്ടും പഠിച്ചില്ല. പിന്നീട് നിയമസഭയിലും ഏതെങ്കിലും തരത്തിൽ നടപടി, ഇപ്പോൾ
ജനത്തിന് ബോധ്യമാവുന്ന ഒരു നടപടി, പാർട്ടി പ്രവർത്തകർക്കും ബോധ്യമാവുന്ന നടപടി ഉണ്ടാവണമല്ലോ, അതുണ്ടായില്ല. അതിൻ്റെ തിരിച്ചടി കൂടിയാണ് ഈ പറയുന്ന മാരകമായ പരാജയത്തിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന്. സ്വാഭാവികമായും താഴെത്തട്ടിലെ അണികൾക്കിടയിലെ രോഷം ചർച്ചകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവണം. ആ രോഷം കൂടിയാവില്ലേ വൈകി വന്ന നടപടിയിലേക്ക് പോകാൻ CPM-നെ പ്രേരിപ്പിക്കുന്ന ഘടകം? ഷിജോ, അതിനകത്ത് ഒരു സംശയവുമില്ല ഹാഷ്മി, അത് അങ്ങനെ തന്നെയാണ്. കാരണം കീഴ്ഘടകങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. പാർട്ടിയിൽ ആത്മവിമർശനം നടത്താറുണ്ട്. അങ്ങനെ ആ ആത്മവിമർശനം നടത്തി ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നൊക്കെ പാർട്ടി മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിനകത്ത് പത്മകുമാറിനെതിരെ ഒരു തരത്തിലും നടപടി സ്വീകരിക്കാതെ ഒരു മൃദു സമീപനം സ്വീകരിച്ചതൊക്കെ വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതായത് MV ഗോവിന്ദനെതിരെയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും പ്രവർത്തകർക്കിടയിൽ വലിയ രോഷമുണ്ടായിരുന്നു. ജില്ലയിലടക്കം, ഈ പത്തനംതിട്ട ജില്ലയിലടക്കം പത്മകുമാർ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായതിന് പിന്നാലെ വലിയ രോഷമുണ്ടായിട്ടുള്ളതാണ്. പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നാണ്. ജില്ലാ കമ്മിറ്റിയിലടക്കം ചില അംഗങ്ങൾ പരസ്യമായിട്ട് പത്മകുമാറിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞിരുന്നത് അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ, സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് അറിയിക്കട്ടെ, അങ്ങനെ നമുക്ക് നടപടിയെടുത്ത് മുന്നോട്ട് പോകാം. അതല്ലാതെ ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ജയിലിൽ കിടന്നിട്ട് പോലും പത്മകുമാറിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാനായിട്ട് CPM-ന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ പരസ്യമായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തരത്തിൽ തിരിച്ചടിയായതോടുകൂടിയാണ് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിണിത ഫലം ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. 15-ാം തീയതി ജില്ലാ കമ്മിറ്റി ചേരുന്നു. പത്മകുമാറിന്റെ ഭാവി എന്താണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പാർട്ടിയുമായിട്ടുള്ള പത്മകുമാർ ബന്ധം അവസാനിപ്പിക്കുമെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ കണ്ടറിയാം. പത്മകുമാർ കഴിഞ്ഞ തിങ്കളാഴ്ച പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുണ്ട്. പാർട്ടി പരിപാടികളിൽ നിന്നും യഥാർത്ഥത്തിൽ ഷിജോ, ഈ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു ശിക്ഷാ നടപടി ഈ CPM-ന്റെ ശിക്ഷാ നടപടി ലിസ്റ്റിൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ ശാസന പോലെയുള്ള ടെർമിനോളജിയിൽ പറയുന്ന ശിക്ഷാ നടപടികളിൽ അങ്ങനെ ഒന്നുമില്ല. തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക എന്നൊരു നടപടിയില്ല. അപ്പോൾ അത് യഥാർത്ഥ നടപടിയായിരുന്നില്ല. മാത്രമല്ല അംഗത്വം പുതുക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് ആ സമയത്ത് പോലും ആലോചന ഉണ്ടായില്ലെന്നും അതിനുശേഷം വന്ന കർശനമായ എന്ന് പറഞ്ഞാൽ പല കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റിയിലടക്കമുണ്ടായ കർശനമായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് പോകാനുള്ള ആലോചന എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷിജോ? അതെ ഹാഷ്മി, കറക്റ്റാണ്. അത് അങ്ങനെ തന്നെയാണ്. കാരണം പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വലിയ തരത്തിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ട് അത് സംസ്ഥാന നേതൃത്വത്തെ വളരെ കൃത്യമായിട്ട് അറിയിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നത് അത് സംസ്ഥാന നേതൃത്വം പറഞ്ഞ് തീരുമാനിക്കട്ടെ, അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനകത്ത് നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നതോടുകൂടിയാണ് നിലവിൽ എന്തായാലും പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പോയിട്ടുള്ളത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി മാത്രമല്ല, മറ്റു പല ഘടകങ്ങളുണ്ട്. കീഴ് ഘടകങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വന്നിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഈ പറയുന്ന ഒരു ലഘുവായിട്ട് നടപടിയില്ല. ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടി എന്ന് പറയുന്നത് പോലെ ഒരു ശാസന, അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക, ഇതൊക്കെ ഒരു മുഖം രക്ഷിക്കൽ നാടകമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ കുറേയധികം ആളുകളുടെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഒരു ചെറിയൊരു നടപടി മാത്രം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജില്ലാ നേതൃത്വം സ്വീകരിച്ച ഒരു കാര്യം. ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. അതിനകത്ത് അവർ ഈ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഉന്നയിക്കപ്പെട്ട ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്മകുമാറിനെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി ഒരു മുഖം രക്ഷിക്കൽ അന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. അന്നും പറഞ്ഞിരുന്നത് സംസ്ഥാന നേതൃത്വം എന്ത് നടപടി കൃത്യമായിട്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോഴും കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നൊരു വാചകം കൂടി തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയിൽ വെച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഈ കുറ്റപത്രം എവിടെ എന്നുള്ള ചോദ്യമുണ്ട്. അതിനിടയിലാണ് ഈ കുറ്റപത്രം പോലും ഒന്നും ആകാത്ത പശ്ചാത്തലത്തിൽ പത്മകുമാറിനെതിരെ നടപടി CPM ഇപ്പോൾ എടുക്കുമ്പോൾ അത് താഴെ തട്ടിൽ നിന്ന് പല ഘടകങ്ങളിൽ നിന്ന് പല പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. സ്വാഭാവികമായിട്ടും കടുത്ത നടപടി തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത് കഴിഞ്ഞ ദിവസം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും
പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന റിവ്യൂ റിപ്പോർട്ടിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള കടുത്ത രീതിയിൽ പരാമർശിക്കാതെയായിരുന്നു CPM ഈ തെരഞ്ഞെടുപ്പ് വിശകലനമൊക്കെ ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പറയുന്ന വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടില്ല എന്ന് പറഞ്ഞത് പോലും പ്രവർത്തകർക്കിടയിൽ വലിയ രോഷമുണ്ടാക്കിയിരുന്നു. അങ്ങനെ ആത്മവിമർശനവും ആത്മപരിശോധനയും നടത്തിയപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയെ അറസ്റ്റിലായിട്ടുള്ള CPM-ന്റെ മുൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ജനവിധിയിൽ തിരുത്തോട് തിരുത്താണ്. പത്മകുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന ആ ഘട്ടത്തിൽ പലരും കർശനമായി ചോദിച്ചതാണ്. അന്ന് കുറ്റപത്രം വരട്ടെ എന്നിട്ടാവും നടപടി എന്നുരുണ്ട് കളിച്ചതാണ് പല നേതാക്കളും. എന്തായാലും അതടക്കം ജനത്തിന്റെ പ്രഹരത്തിൽ ഇനി നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPM ഇപ്പോൾ തിരിച്ചറിയുന്നു. അതിന് കുറ്റപത്രമൊന്നും ഇനി വേണ്ട, വളരെ പെട്ടെന്ന് ഒരുപക്ഷെ പുറത്താക്കൽ എന്ന നടപടിയിലേക്ക് കടക്കാനാണ് ആലോചന എന്ന് തോന്നുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ഈ നടപടി എന്താണെന്ന് തീരുമാനിക്കാൻ ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയത്. ഒരു നടപടിയില്ലാതെ ഇനി ഇത്തരത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ കൂടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന സമിതി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കങ്ങൾ. അത് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.